നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. ദേശീയ പ്രാധാന്യമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നതെങ്കിലും കേരളത്തിൽ മാത്രം സ്വാധീനമുള്ള 3 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലെ മത്സരത്തിനാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ കളമൊരുങ്ങുന്നത്. കേരള കോൺഗ്രസിലെ മാണി, ജോസഫ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിലേക്ക് NDA മുന്നണിക്ക് വേണ്ടി BDJS കൂടി വരുന്നതോടെയാണ് കോട്ടയത്തെ ലോക്സഭാ മത്സരം തികച്ചും പ്രാദേശികം കൂടിയാകുകയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ്സുകാർ ആളും അർത്ഥവും നൽകി ഒപ്പം നിർത്തി വിജയിപ്പിച്ച തോമസ് ചാഴിക്കാടൻ മുന്നണി മാറ്റത്തോടെ ഇപ്പോൾ മറുവശത്താണ്. LDFിൽ കേരള കോൺഗ്രസ് M മത്സരിക്കുന്ന കോട്ടയത്ത് ചാഴിക്കാടൻ 3 മാസം മുന്നേ ഒരുക്കം തുടങ്ങി. 2024 പൊതു തെരഞ്ഞെടുപ്പിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും LDFിലെ ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ്. സീറ്റ് ജോസഫ് വിഭാഗത്തിനായതിനാൽ ജോസഫ് പോര് ഉറപ്പായിരിക്കുകയാണ്. BDJS കോട്ടയം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിലെ PC തോമസ് മത്സരിച്ച കോട്ടയം സീറ്റ് BJP ഏറ്റെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പൊതു സ്വതന്ത്രനായി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഗുണമാകുമെന്ന ചിന്ത NDA നേതൃത്വത്തിനുണ്ട്. എങ്ങനെയും ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് സമാഹരിക്കാനാണ് NDA പുറപ്പാട്. 1952 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ 12 തവണയും കോട്ടയം UDFിനൊപ്പം നിന്നു. എന്നാൽ യുവാക്കളെയും പുതുമുഖങ്ങളെയും ഒക്കെ പാർട്ടി നോക്കാതെ ഭരിച്ച ചരിത്രവുമുണ്ട്. രമേശ് ചെന്നിത്തലയും സുരേഷ് കുറുപ്പും പുതുമുഖങ്ങളായി എത്തി ഡൽഹിക്ക് വണ്ടി കയറിയവരാണ്. 2009 മണ്ഡലത്തിൻ്റെ സ്വഭാവം തന്നെ മാറി. മൂവാറ്റുപുഴ ഇല്ലാതായപ്പോൾ പിറവവും പാലയും കോട്ടയത്തേക്ക് ചേർന്നു. പകരം ചങ്ങനാശ്ശേരി മാവേലിക്കരയിലേക്ക് പോയി. 2014 1.25 ലക്ഷം വോട്ടുകൾക്ക് ജോസ് കെ മാണി ജയിച്ച മണ്ഡലത്തിൽ ചാഴിക്കാടൻ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തി. ജോസിന്റെ മുന്നണി മാറ്റത്തോടെ പിന്നീട് വന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോട്ടയം മെല്ലെ ഇടത്തേക്ക് ചാഞ്ഞു. എന്നാൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളിലും UDFിനാണ് മേൽക്കൈ. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പുറമെ ഈഴവ നായർ വോട്ടുകളും കോട്ടയത്ത് നിർണായകമാണ്. ഹൈന്ദവ വിഭാഗത്തിന് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ നായർ ഈഴവ സമുദായങ്ങളിൽ നിന്ന് വർഷങ്ങളായി ഒരാളെപ്പോലും പരിഗണിക്കാത്തതിൽ ഇരു സമുദായങ്ങൾക്കും അതൃപ്തിയുണ്ട്. SNDP യോഗത്തിന് ശക്തമായ വേരുകളുള്ള മണ്ഡലം കൂടിയാണ് കോട്ടയം. കത്തോലിക്ക വോട്ടുകൾക്ക് പുറമെ ഓർത്തഡോക്സ് യാക്കോബായ വോട്ടുകളും നിർണായകമാണ്. കോട്ടയം ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ പിറവവും ഉൾപ്പെടുന്നതാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം. ഇതിൽ കോട്ടയം, കടുത്തുരുത്തി, പാല, പുതുപ്പള്ളി, പിറവം മണ്ഡലങ്ങൾ UDFിൻ്റേതും ഏറ്റുമാനൂർ, വൈക്കം മണ്ഡലങ്ങൾ LDFിൻ്റേതുമാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് ലഭിച്ച റെക്കോർഡ് ഭൂരിപക്ഷം ജില്ലയിലെ UDF ക്യാമ്പിന് വലിയൊരു ആശ്വാസമാണ്. കേരള കോൺഗ്രസിൻ്റെ കരുത്തും LDFിൻ്റെ കേഡർ വോട്ടുകളും ചാഴിക്കാടൻ്റെ മണ്ഡലത്തിലെ സുപരിചിതത്വവുമാണ് LDFിൻ്റെ ഏക പ്രതീക്ഷ. ഇരു കേരള കോൺഗ്രസുകളും തമ്മിൽ നേരിട്ടുള്ള മത്സരത്തെ ത്രികോണ മത്സരമാക്കി മാറ്റാനാവും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിൽ മാത്രം സ്വാധീനമുള്ള 3ാമത്തെ പാർട്ടിയും കോട്ടയത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ തവണ NDA സ്ഥാനാർത്ഥിയായിരുന്ന PC തോമസ് നേടിയ 1.5 ലക്ഷത്തിലേറെ വോട്ടാണ് കോട്ടയത്തേക്ക് കണ്ണെറിയാൻ BDJSനെ പ്രേരിപ്പിക്കുന്നത്. മുൻ MPമാരായ ഫ്രാൻസിസ് ജോർജ്, PC തോമസ്, മോൻസ് ജോസഫ് MLA, അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, KM മാണിയുടെ മരുമകൻ MP ജോസഫ്, PJ ജോസഫിൻ്റെ മകൻ അബു ജോസഫ് എന്നിവരുടെ പേരുകളാണ് ജോസഫ് വിഭാഗത്തിനുള്ളിൽ ഉയരുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ചിഹ്നം നഷ്ടപ്പെട്ട് പെരുവഴിയിലായ ജോസഫിനെ കൂടെ കൂട്ടി ജീവൻ രക്ഷാ മരുന്ന് നൽകിയ PC തോമസിനെ കോട്ടയം സീറ്റ് ഒരുപാട് മോഹിച്ചിട്ടുണ്ട്. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന തോമസിനെ ഇക്കുറി UDF സ്ഥാനാർത്ഥിയാക്കിയാൽ അത് തിരിച്ചടി ഉണ്ടാകുമെന്ന് കോൺഗ്രസിന് അറിയാം. എന്തായാലും കോട്ടയത്ത് പ്രാദേശിക പാർട്ടികളുടെ ശക്തമായ ത്രികോണ മത്സരം തന്നെയായിരിക്കും കാണാൻ പോവുക.